നമസ്കാരം. മലാല വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ജനവിരുദ്ധ ഭരണസമിതിക്കെതിരെ UDF നടത്താൻ പോകുന്ന ബഹുജന പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി നാളെ UDF മുനിസിപ്പൽ കമ്മിറ്റി പ്രതിഷേധ മാർച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നിലമ്പൂർ നഗരസഭയിലെ വികസന പ്രവർത്തനത്തിലെ ഫണ്ട് വിനിയോഗത്തിൽ BJP പോലും അവകാശവാദം ഉന്നയിക്കാത്ത വിഷയത്തിൽ അവർക്ക് വേണ്ടി സംസാരിക്കുന്ന ആളുകളായി തരം താണു പോയിരിക്കുന്ന UDF മുന്നണിയെന്ന CPIM ഏരിയ സെന്റർ അംഗം കക്കാടൻ റഹീം. പൊതുമരാമത്ത് വകുപ്പിന്റെ അധീനതയിലുള്ള പൂക്കോട്ടുംപാടം ചുള്ളിയോട് ഏലക്കല്ല് പാതയിലെ ഭാഗങ്ങളിൽ ഒരു വർഷത്തിലധികമായി പാതയോരത്ത് ഇറക്കിവെച്ച വാട്ടർ അതോറിറ്റിയുടെ വലിയ കുടിവെള്ള പൈപ്പുകൾ അപകടക്കെണിയാക്കുന്നതായി പരാതി. യൂത്ത് ലീഗ് അമരബലം പഞ്ചായത്ത് കമ്മിറ്റിയാണ് പരാതിയുമായി രംഗത്ത് വന്നിട്ടുള്ളത്. നിലമ്പൂർ നഗരസഭയിലെ ആശുപത്രികുന്ന ഡിവിഷനിൽ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നതും നടത്തിയതുമായ പ്രവർത്തികളുടെ ബോർഡ് നശിപ്പിച്ചതായി പരാതി. CPIM ആശുപത്രികുന്ന ബ്രാഞ്ച് പോലീസിൽ പരാതി നൽകി. ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ പഴക്കം ചെന്ന ഗോത്ര സമൂഹമായ ചോല നായ്ക്കർക്കായി ഗോത്രവർദ്ധൻ പരിപാടി സംഘടിപ്പിച്ച നിലമ്പൂർ റോട്ടറി ക്ലബ്ബ്. ആദിവാസി ക്ഷേമത്തിനും പരിസ്ഥിതി സംരക്ഷണത്തിനും മുൻതൂക്കം നൽകുന്ന സാമൂഹിക പരിവർത്തന പരിപാടിയാണ് ഗോത്രവർദ്ധൻ. വാർത്തകൾ വിശദമായി. ജനവിരുദ്ധ ഭരണസമിതിക്കെതിരെ UDF നടത്താൻ പോകുന്ന ബഹുജന പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി നാളെ UDF മുനിസിപ്പൽ കമ്മിറ്റി പ്രതിഷേധ മാർച്ച് നടത്തുമെന്ന് പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ, UDF ചെയർമാൻ നാണിക്കുട്ടി കുമഞ്ചേരി, കൺവീനർ അഡ്വക്കേറ്റ് ഷെറി ജോർജ, ഷുഹൈബ് മുത്തു, സൈഫു ഏനാദി, റഷീദ് തിരുനെല്ലി, വാജ് പള്ളിയാളി, സിബിൽ റഹ്മാൻ, മൂർഖൻ മാനു എന്നിവർ അറിയിച്ചു. കഴിഞ്ഞ 4 കൊല്ലക്കാലമായി നിലമ്പൂർ നഗരസഭ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ 4 കൊല്ലക്കാലം യാതൊരു വിധത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും നടത്താത്ത വികസന മുരടിപ്പിൻ്റെ 4.5 വർഷക്കാലമാണ് കടന്നുപോയത്. ഐക്യജനാധിപത്യ മുന്നണി നിലമ്പൂർ നഗരസഭ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ നഗരസഭയിൽ നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് പുറമെ പൊതുജനങ്ങൾക്ക് മുമ്പിൽ എടുത്തു കാണിക്കാൻ പറ്റുന്ന രീതിയിലുള്ള യാതൊരുവിധ വികസന പ്രവർത്തനങ്ങളും ഈ നഗരസഭയിൽ കഴിഞ്ഞ 4 കൊല്ലക്കാലമായി നടപ്പിലാക്കിയിട്ടില്ല. UDF ഭരണസമിതിയുടെ കാലത്ത് ഉണ്ടാക്കിയിട്ടുള്ള നഗരസഭയിലെ പ്രധാന റോഡുകൾ ഗതാഗത യോഗ്യമല്ലാതെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ യാതൊരു വിധത്തിലുള്ള മുന്നേറ്റവും നടത്താൻ 4.5 കൊല്ലക്കാലമായി കൊണ്ട് ഈ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ഭവന നിർമ്മാണ പദ്ധതി എന്ന് പറയുന്ന പദ്ധതി 4.5 കൊല്ലക്കാലമായി നടപ്പിലാക്കിയിട്ടില്ല. ഐക്യജനാധിപത്യ മുന്നണി ഭരിച്ചപ്പോൾ ഗ്രാമപഞ്ചായത്തായിരുന്ന കാലം തൊട്ട് 1000 വീട് പദ്ധതി ഉൾപ്പെടെ നിരവധി സാധാരണക്കാരായിട്ടുള്ള ഭവനരഹിതരായിട്ടുള്ള ആളുകൾക്കും ഭൂരഹിതരായിട്ടുള്ള ആളുകൾക്കും ഭൂമി വാങ്ങുന്നതിന് ഫണ്ട് വെച്ച് ഭൂമി വാങ്ങിക്കൊടുത്ത് ആ ഭൂമിയിൽ അവർക്ക് ഫണ്ട് അനുവദിച്ചുകൊണ്ട് 100 കണക്കിന് ആളുകൾക്ക് ഈ പദ്ധതികളിലൂടെ ഭവന നിർമ്മാണ പദ്ധതി നമ്മൾ ഒരുക്കിക്കൊടുത്തു. കഴിഞ്ഞ 4.5 കൊല്ലക്കാലമായി എന്ത് വികസനമാണ് നിലമ്പൂർ നഗരസഭയിൽ നടത്തിയിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ
നഗരസഭ ഭരിക്കുന്ന CPM നേതൃത്വം കൊടുക്കുന്ന LDF-ന് ബാധ്യതയുണ്ട്. കഴിഞ്ഞ 4 വർഷമായിട്ടും ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെ LDF പ്രകടന പത്രികയിൽ ജനങ്ങളോട് പറഞ്ഞ യാതൊരു വികസനവും നടത്തുന്നതിൽ നഗരസഭ പരാജയപ്പെട്ടിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി നഗരസഭയുടെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തന്നെ LDF കൺവീനർക്ക് രേഖാമൂലം കത്ത് നൽകിയ സാഹചര്യത്തിൽ കഴിഞ്ഞ 4 വർഷം ഒരു വികസനവും നടന്നില്ലെന്ന് അവർ തന്നെ സമ്മതിക്കുകയാണ്. നഗരസഭയിൽ പ്രധാന റോഡുകൾ മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞ് ഗതാഗത യോഗ്യമല്ലാതെ കിടക്കുമ്പോൾ പൊതുജനങ്ങളെ വെല്ലുവിളിച്ച് കോടികളുടെ കണക്ക് നിരത്തുകയാണ്. തെരുവ് വിളക്കുകൾ കെട്ടുകിടക്കുകയാണ്. പുതിയ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടില്ല. ഭൂമിയില്ലാത്തവർക്ക് സ്ഥലം വാങ്ങുവാൻ പദ്ധതിയില്ല. സ്ഥലമുള്ളവർക്ക് വീട് വയ്ക്കുവാനും പദ്ധതിയില്ല. കഴിഞ്ഞ നഗരസഭകളുടെ കാലത്തുണ്ടാക്കിയ വികസന പ്രവർത്തനങ്ങളല്ലാതെ ജനങ്ങളോട് പറയുവാൻ യാതൊന്നും നടത്തിയില്ല. മുമ്മുള്ളി അർബൻ പ്രൈമറി ഹെൽത്ത് സെന്റർ കഴിഞ്ഞ UDF കാലത്തുണ്ടാക്കിയതാണ്. രാമൻകുത്തും ചക്കാലക്കുത്തയും ഹെൽത്ത് സബ് സെന്ററുകൾ കേന്ദ്ര സർക്കാരിന്റെ കീഴിലെ നാഷണൽ റൂറൽ ഹെൽത്ത് മിഷന്റെ സഹകരണത്തോടെ പ്രവർത്തിക്കുന്നതാണ്. ജില്ലാ ആശുപത്രിയിൽ കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം ചെയ്ത ജെറിയാട്രിക് വാർഡ് കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ ഫണ്ട് ഉപയോഗിച്ച് നടപ്പിലാക്കിയതാണ്. ഈ നഗരസഭയുടെ കാലത്ത് മുതുകാട് ചൂരക്കുളം നവീകരണ പ്രവൃത്തി വൻ ക്രമക്കേടും അഴിമതിയും നടത്തി പാതി വഴിയിൽ കിടക്കുകയാണ്. 65 ലക്ഷത്തിന്റെ പദ്ധതിയിൽ ലക്ഷങ്ങളുടെ അഴിമതി നടത്തി ഇപ്പോൾ വിജിലൻസ് അന്വേഷണത്തിലാണ്. മുതിർന്ന പൗരന്മാർക്കായി മയ്യംതാനിയിൽ ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച കെട്ടിട നിർമ്മാണത്തിലും തിരിമറിയും ക്രമക്കേടും നടത്തി ഉദ്ഘാടനത്തിന് മുൻപേ ചോർന്നൊലിക്കുന്ന അവസ്ഥയുണ്ടായി. ഈ കേസും വിജിലൻസ് അന്വേഷണത്തിലാണ്. മയ്യന്താനി ഗ്രൗണ്ട് നവീകരണ പ്രവൃത്തിയിലും ലക്ഷങ്ങളുടെ അഴിമതി നടത്തി. നഗരസഭയിൽ പൊതുജനങ്ങൾക്ക് കയറാൻ പറ്റാത്ത വിധം പിടിച്ചുപറിയും പകൽക്കൊള്ളയും നടക്കുകയാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം നഗരസഭയുടെ പിടിപ്പുകേട് കാരണം മരാമത്ത് പ്രവൃത്തിയിൽ മാത്രം 23% മാത്രമാണ് ഫണ്ട് ചിലവഴിക്കുവാൻ കഴിഞ്ഞത്. ആയതു കാരണം ഈ വർഷം റോഡുകൾ ഉൾപ്പെടെ മരാമത്ത് പ്രവൃത്തികൾക്ക് ഫണ്ട് വയ്ക്കുന്നതിൽ കുറവുണ്ടായി. കരാറുകാരോട് കമ്മീഷൻ ചോദിച്ചു വാങ്ങുന്നതിൽ ചെയർമാനും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും മത്സരിക്കുകയാണ്. ഇത് കാരണം ടെൻഡർ വെച്ചിട്ടും കരാറെടുക്കുവാൻ കോൺട്രാക്ടർമാർ വരുന്നില്ല. രാമൻകുത്ത് അണ്ടർപാസ് അപ്രോച്ച് റോഡിന് PV അബ്ദുൽ വഹാബാണ് 43 ലക്ഷം അനുവദിച്ചത്. അത് തങ്ങളുടെ പദ്ധതി എന്നാണ് അവർ അവകാശപ്പെടുന്നത്. വേണാട് എക്സ്പ്രസ് നിലമ്പൂരിലേക്ക് നീട്ടിയാലും നിലമ്പൂർ ടൗൺ നവീകരണ പ്രവൃത്തിയും നമ്മളുടേതാണെന്ന് പറയുന്നു. ഇത് പൊതുജനം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ജനക്ഷേമ പദ്ധതികളില്ലാത്ത വികസന മുരടിപ്പിന്റെ 4 വർഷമാണ് കടന്നുപോയതെന്നും നേതാക്കൾ പറഞ്ഞു. നിലമ്പൂർ നഗരസഭയിലെ വികസന പ്രവർത്തനത്തിലെ ഫണ്ട് വിനിയോഗത്തിൽ BJP പോലും അവകാശവാദം ഉന്നയിക്കാത്ത വിഷയത്തിൽ അവർക്ക് വേണ്ടി സംസാരിക്കുന്ന ആളുകളായി തരം താണുപോയിരിക്കുന്നു എന്ന UDF മുന്നണിയെ പരിഹസിച്ച നിലമ്പൂർ നഗരസഭ LDF പാർലമെന്ററി പാർട്ടി ലീഡറും CPIM ഏരിയ സെന്റർ അംഗവുമായ കക്കാടൻ റഹീം. UDF പ്രഖ്യാപിച്ച മാർച്ച് കേന്ദ്ര ഗവൺമെന്റിനെ പുകഴ്ത്തിക്കൊണ്ടാണല്ലോ. അതുകൊണ്ട് ആ സമരത്തിലേക്ക് നിലമ്പൂരിൽ BJPയുടെ കൂടി കൂട്ടുന്നത് നന്നാകും. അങ്ങനെ വരുമ്പോഴാണ് നിലമ്പൂർ നഗരസഭയിലെ BJP കോൺഗ്രസ് ലീഗ് രഹസ്യബന്ധം ജനങ്ങൾക്ക് പരസ്യമായി കാണാൻ കഴിയുക. ഈ സമരത്തിൽ ഇവർ പറയുന്നത് കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നഗരസഭയിലെ ആരോഗ്യ മേഖലയിലെ ജെറിയാട്രിക് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്നതാണ്. നിലമ്പൂർ നഗരസഭയ്ക്ക് മാത്രമല്ല കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റുകളുടെയും ഗ്രാന്റുകൾ കൊണ്ടാണ്. അതൊരു പുതിയ സംഭവമല്ല. UDFന്റെ കാലത്തും ഇത്തരത്തിലുള്ള കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ ഗ്രാന്റുകൾ നഗരസഭാ അക്കൗണ്ടുകളിലേക്ക് വരാറുണ്ട്. കഴിഞ്ഞ UDF ഗവൺമെന്റിന്റെ കാലത്ത് 5 വർഷക്കാലം കേന്ദ്ര ധനകാര്യ കമ്മീഷൻ നൽകിയ ഫണ്ട് എന്തു ചെയ്തു എന്ന് ജനങ്ങളോട് പറയാൻ UDF സമരത്തിന് നേതൃത്വം കൊടുക്കുന്നവർ തയ്യാറാകണം. സ്വന്തം വീതം വെച്ച് പോക്കറ്റിലിട്ടതാണോ എന്ന് ജനങ്ങളോട് പറയാൻ തയ്യാറാകണം. ഈ നഗരസഭയ്ക്ക് ലഭിച്ച പണം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നിലമ്പൂരിലെ വയോജനങ്ങൾക്ക് വേണ്ടി 1 കോടിയിലധികം രൂപ ചെലവഴിച്ചുകൊണ്ട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളെ വെല്ലുവിളിക്കുന്ന രൂപത്തിലുള്ള വയോജന സൗഹൃദ കേന്ദ്രം ജില്ലാ ആശുപത്രിയിൽ ആരംഭിച്ചത്. നിലമ്പൂരിൽ 3 വെൽനസ് സെന്ററുകൾ, പ്രാദേശിക ആരോഗ്യ കേന്ദ്രങ്ങൾ പുതുതായി സ്ഥാപിച്ചത് ഈ പണം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്. നിലമ്പൂർ നഗരസഭയാണ് അതിന് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയത്. നിലമ്പൂർ നഗരസഭയുടെ അക്കൗണ്ടിൽ നിന്നാണ് ഈ നിർമ്മാണം പൂർത്തിയാക്കിയ ഏജൻസികൾക്ക് പണം നൽകിയത്. ഈ പണം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത്.
എന്ന് ജനങ്ങൾക്ക് ബോധ്യമുള്ളതാണ്. അത് UDFന്റെ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ആവശ്യമില്ല. പൊതുമരാമത്ത് വകുപ്പിന്റെ അധീനതയിലുള്ള പൂക്കോട്ടുംപാടം ചുള്ളിയോട് ഏലക്കല്ല് പാതയിലെ ഭാഗങ്ങളിൽ 1 വർഷത്തിലധികമായി പാതയോരത്ത് ഇറക്കിവെച്ച വാട്ടർ അതോറിറ്റിയുടെ വലിയ കുടിവെള്ള പൈപ്പുകൾ അപകടക്കെണിയാകുന്നതായി പരാതി. യൂത്ത് ലീഗ് അമരമ്പലം പഞ്ചായത്ത് കമ്മിറ്റിയാണ് പരാതിയുമായി രംഗത്ത് വന്നിട്ടുള്ളത്. മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് PWD അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് ഒരു പരാതി നൽകിയിരിക്കുകയാണ്. പരാതി നൽകാനിരിക്കാനുണ്ടായ സംഭവം പൂക്കോട്ടുംപാടം ചുള്ളിയോട് കവളമുക്കട്ട PWD റോഡിൽ കഴിഞ്ഞ 1 വർഷത്തിലധികമായി വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ ഇറക്കി വെച്ചിട്ട് വളരെയധികം അപകടാവസ്ഥയിലാണ് ഈ ഒരു പൈപ്പുകൾ ഉള്ളത്. മാത്രവുമല്ല കഴിഞ്ഞ 1 വർഷത്തോളമായി ഒരുപാട് അപകടങ്ങളാണ് ഈ ഒരു സ്ഥലത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ പറമ്പ ഗവൺമെന്റ് UP സ്കൂളിന്റെ തൊട്ടടുത്ത് പോലും ഇത്തരത്തിൽ പൈപ്പുകൾ ഇറക്കി വെച്ചിട്ട് വിദ്യാർത്ഥികളടക്കമുള്ള കാൽനട യാത്രക്കാർക്കും ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് ഇതുകൊണ്ട് ഉണ്ടാകുന്നത്. ഇനിയൊരു വലിയ അപകടം സംഭവിക്കുന്നതിന് മുമ്പായിട്ട് ഇതിലൊരു തീരുമാനം ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടാണ് യൂത്ത് ലീഗ് PWD എഞ്ചിനീയറെ ഇന്ന് സമീപിച്ചിട്ടുള്ളത്. അവരുടെ ഭാഗത്തു നിന്നും വളരെ നല്ല രീതിയിലുള്ള ഒരു പ്രതികരണമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. വരുന്ന ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഇതിന് പേരിലുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ഓഫീസർ നമ്മോട് അറിയിച്ചു. അതുപോലെ തന്നെ ഈ ഒരാഴ്ചക്കുള്ളിൽ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല എങ്കിൽ മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി ഒരിക്കൽ കൂടി ഈ PWD ഓഫീസ് സന്ദർശിക്കുമെന്നും അന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കുമെന്നുമാണ് ഞങ്ങൾ ഓഫീസറെ അറിയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിയിലേക്കും മുസ്ലിം യൂത്ത് ലീഗിന്റെ പരാതിയുമായി ഞങ്ങൾ കടന്നു ചെല്ലുന്നുണ്ട്. ഇത് എത്രയും പെട്ടെന്ന് തീരുമാനമാവുക എന്ന് മാത്രമാണ് മുസ്ലിം യൂത്ത് ലീഗിന് ഈ ഒരു കാര്യത്തിൽ ആവശ്യപ്പെടാനുള്ളത്. ഒട്ടനവധി അപകടങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഇതുമൂലം സംഭവിച്ചിട്ടുള്ളതെന്നും ഇത് വിദ്യാർത്ഥികൾക്കും കാൽനട യാത്രികർക്കും വാഹനയാത്രികർക്കും അടക്കം ജീവന് ഭീഷണിയായി മാറി ഇരിക്കുകയാണ് എന്നാണ് പരാതി. കഴിഞ്ഞ ദിവസം പൂക്കോട്ടുംപാടം ഭാഗത്തു നിന്നും വന്ന വാഹനം എതിർദിശയിൽ നിന്നുള്ള വാഹനത്തിന് സൈഡ് കൊടുക്കുമ്പോൾ റോഡിലേക്ക് ഇറങ്ങിക്കിടന്ന പൈപ്പിൽ തട്ടി ടയർ പൊട്ടുകയും വാഹനത്തിന്റെ ആക്സൽ പൊട്ടി ക്രെയിൻ സംവിധാനം ഉപയോഗിച്ചാണ് റോഡിൽ നിന്നും വാഹനം നീക്കം ചെയ്തിട്ടുള്ളത്. സമാന രീതിയിൽ അപകടങ്ങൾ മുൻപും ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്. ഇറക്കിവെച്ച മുഴുവൻ പൈപ്പുകളും നീക്കം ചെയ്യണം എന്നാണ് യൂത്ത് ലീഗിന്റെ ആവശ്യം. പരാതി നിലമ്പൂർ PWD അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് കൈമാറി. ഇറക്കിവെച്ച മുഴുവൻ പൈപ്പുകളും ഒരാഴ്ചയ്ക്കകം പാതയോരത്ത് നിന്നും മാറ്റുമെന്ന് PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ യൂത്ത് ലീഗ് ഭാരവാഹികളെ അറിയിക്കുകയും ചെയ്തു. നിവേദനം നൽകുവാൻ യൂത്ത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് M ബിഷർ, ജനറൽ സെക്രട്ടറി ബഷീർ VP, ഭാരവാഹികളായ അയ്യൂബ് കൈനോട്ട്, സലാം V, റാഫിഖ് പുഞ്ച, ഫവാസ് ചുള്ളിയോട് തുടങ്ങിയവർ സംബന്ധിച്ചു. നിലമ്പൂർ നഗരസഭയിലെ ആശുപത്രിക്കുന്ന് ഡിവിഷനിൽ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നതും നടത്തിയതുമായ പ്രവർത്തികളുടെ ബോർഡ് നശിപ്പിച്ചതായി പരാതി. CPIM ആശുപത്രിക്കുന്ന് ബ്രാഞ്ച് പോലീസിൽ പരാതി നൽകി. 2024-25 സാമ്പത്തിക വർഷത്തിൽ നടപ്പാക്കുന്ന ഈ ആശുപത്രിക്കുന്ന് ഡിവിഷനിൽ നടപ്പാക്കുന്ന പദ്ധതികളാണ്, ഈ 1 വർഷം നടപ്പാക്കുന്ന പദ്ധതികളാണ് നമ്മൾ ഓരോന്നായിട്ട് നമ്മളെ വാർഡിൽ എഴുതി ഒരു ബോർഡ് വെച്ചിരുന്നു. ഈ ബോർഡ് ഇന്നലെ ചില സാമൂഹ്യ വിരുദ്ധർ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ലഹരി മാഫിയകൾ പെട്ട ആളുകളായിരിക്കും, അല്ലെങ്കിൽ അതാ നമ്മളെ കൗൺസിലറുടെ പേരുള്ള ഭാഗം മാത്രം കീറി മുറിച്ച് പിന്നെ ആ ബോർഡ് അലങ്കോലമാക്കി വെച്ചിരിക്കുകയാണ്. ഇത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇതൊക്കെ എല്ലാ വർക്കും ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ട് തുടങ്ങാനിരിക്കുന്ന വർക്കുകളാണ്. എല്ലാവരും വർക്കൊക്കെ ഓരോരുത്തർ കോൺട്രാക്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ കൊലത്തുമുറി CPM ടൗൺ ബ്രാഞ്ച് ഇന്ന് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കും. ഇതിന് ശക്തമായ പ്രതിഷേധം ഞങ്ങൾ സംഘടിപ്പിക്കും. ഇത്തരം അനുഭവങ്ങളൊക്കെ പല പാർട്ടികൾക്കും ഉണ്ടാവും. പക്ഷേ ഇതൊക്കെ ഉണ്ടല്ലോ, ഇതൊന്നും ഒരിക്കലും ആശയ സമരം ശരിക്കും ആശയപരമായിട്ട് നേരിടാൻ കഴിയണം, അല്ലാതെ ഇത്തരം കാര്യങ്ങൾ കൊണ്ടല്ല നേരിടേണ്ടത്. ആശുപത്രിക്കുന്നിലെ ഡിവിഷനിലെ വികസന നേട്ടങ്ങൾ ഉൾപ്പെടുത്തിയ ബോർഡാണ് നശിപ്പിച്ചത്. LDF വികസന ജാഥ ആശുപത്രിക്കുന്ന് പ്രദേശത്ത് ഈ അടുത്ത ദിവസം നടത്താനിരിക്കെയാണ് ഈ അക്രമം അഴിച്ചുവിട്ടത്. ഈ ഭാഗത്ത് ലഹരി ഉപയോഗിച്ച് നടത്തുന്ന രാഷ്ട്രീയ അക്രമ പ്രവർത്തനത്തെ ജനങ്ങൾ അണിനിരത്തി നേരിടും എന്ന് പടവെട്ടി ബാലകൃഷ്ണൻ, കിരൺ, ഹേമന്ത്, സുനന്ദ ഹരിദാസ്, കുമാരൻ, മുരുകേശൻ, ശിവദാസൻ, ജനാർദ്ദനൻ തുടങ്ങിയ CPIM ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾ അറിയിച്ചു. ആളുകൾ ചെയ്ത സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനമാണ്. അതുമാത്രമല്ല, ഇത് നശിപ്പിച്ചുകൊണ്ട് ഒരു ഉദ്ദേശിക്കുന്നത് എന്ത് തന്നെ ആയാലും ഈ വികസന പ്രവർത്തനങ്ങൾ ഇവിടുത്തെ നാട്ടുകാരുടെ കൺമുമ്പിൽ കാണുന്നതുകൊണ്ട് ഈ ഒരു ബോർഡ് നശിപ്പിച്ചെന്നോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പേര് നശിപ്പിച്ചതുകൊണ്ടോ അതൊന്നും ഇല്ലാണ്ടാവുന്നില്ല. ഇനിയിപ്പോൾ ഒരു ബോർഡ് നശിപ്പിച്ചാൽ 1ന് 10 അതിന് 100 വെക്കാൻ കൽപ്പുള്ള DYFIയിലെ യുവജനങ്ങൾ ഇവിടെ ഉണ്ട്. അത് ഈ സാമൂഹ്യ വിരുദ്ധർ ആരായാലും ഓർക്കണം നല്ലതാണ്. ഇത് പറയുന്നത് ആരാന്നുള്ളത് കൂടി ഓർത്താൽ അവർക്ക് എല്ലാവർക്കും നല്ലത്. ഈ വികസന പ്രവർത്തനങ്ങൾ
ജനങ്ങളുടെ കണ്ണിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഈ ഒരു ബോർഡ് നശിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് ഇതിന് ഒരു പരിഹാരമാവില്ല. ഇതിനി മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ പഴക്കം ചെന്ന ഗോത്ര സമൂഹമായ ചോല നായ്ക്കർക്കായി ഗോത്രവർദ്ധൻ പരിപാടി സംഘടിപ്പിച്ച നിലമ്പൂർ റോട്ടറി ക്ലബ്ബ്. ആദിവാസി ക്ഷേമത്തിനും പരിസ്ഥിതി സംരക്ഷണത്തിനും മുൻതൂക്കം നൽകുന്ന സാമൂഹിക പരിവർത്തന പരിപാടിയാണ് ഗോത്രവർദ്ധൻ. മാഞ്ചേരിയിൽ ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി, എക്സൈസ്, പോലീസ്, വനം, ITDP, സാമൂഹിക നീതി വകുപ്പുകളുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. DLSA ജില്ലാ പ്രസിഡന്റും ജില്ലാ സബ് ജഡ്ജിയുമായ ഷാബിർ ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ PK ജയരാജ് മുഖ്യപ്രഭാഷണം നടത്തി. വാരിക്കൽ ട്രൈബൽ ആയുർവേദ ഡിസ്പെൻസറിയിലെ K കബീർ ഡോക്ടറുടെ നേതൃത്വത്തിൽ ആളുകളെ പരിശോധിക്കുകയും ആവശ്യമായ മരുന്നുകൾ നൽകുകയും ചെയ്തു. നിലമ്പൂർ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് ശ്രീ അബ്ദുൽ സമദ്, സെക്രട്ടറി ജഫി സാമുവൽ, ട്രഷറർ മുജീബ് റഹ്മാൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഭക്ഷ്യക്കിറ്റുകളും വസ്ത്രങ്ങളും വിതരണം ചെയ്തു. ജനമൈത്രി എക്സൈസിന്റെ പൈതൃക കൂട്ടം പദ്ധതിയുടെ ഭാഗമായി വിജയൻ മാഷിന്റെ കീഴിൽ നാടൻ പാട്ടുകളും അരങ്ങേറി. നിലമ്പൂർ ജനമൈത്രി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ KT സജിമോൻ, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ RP സുരേഷ് ബാബു, ITDP പ്രൊജക്ട് ഓഫീസർ P ഇസ്മായിൽ, വാർഡ് മെമ്പർ അബ്ദുറഹ്മാൻ EK, MK അജിത, V ഫസീല, P ഷീബ, K സുമിത്ര, സുനു മോൾ, പിങ്കി എന്നിവർ നേതൃത്വം നൽകി. കേരള കർഷക സംഘം മൂത്തേടം നെല്ലിക്കുത്തിൽ കർഷക പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് മാത്യു സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. റബ്ബർ വിലയിടിക്കുന്ന കോർപ്പറേറ്റ് ഒത്തുകളി അവസാനിപ്പിക്കുക, വന്യജീവികളുടെ ആക്രമണങ്ങളിൽ കർഷകരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക, കേന്ദ്ര വനം വന്യജീവി നിയമം പരിഷ്കരിക്കുക, വന്യമൃഗശല്യത്തിൽ നിന്നും കാർഷിക വിളകൾ സംരക്ഷിക്കുക എന്നീ മുദ്രാവാക്യമുയർത്തിയാണ് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. വില്ലേജ് കമ്മിറ്റി പ്രസിഡന്റ് അനൂപ് K എബ്രഹാം അധ്യക്ഷനായി. കർഷക സംഘം എടക്കര ഏരിയ സെക്രട്ടറി AT റെജി, ഏരിയ പ്രസിഡന്റ് VK ഷാനവാസ്, CPIM മൂത്തേടം ലോക്കൽ സെക്രട്ടറി AP അനിൽ, പനോലൻ ബഷീർ, K രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. വില്ലേജ് കമ്മിറ്റി സെക്രട്ടറി CA ചന്ദ്രൻ സ്വാഗതവും വിജയൻ വാളായിൽ നന്ദിയും പറഞ്ഞു. മനുഷ്യജീവൻ വിലപ്പെട്ടതാണ്. വന്യജീവി ആക്രമണം തടയുക, ജനജീവിതം സംരക്ഷിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി നിലമ്പൂർ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിൽ പുരോഗമന യുവജന പ്രസ്ഥാനം സംഘടിപ്പിച്ച പ്രചരണ ക്യാമ്പയിൻ നിലമ്പൂർ ഭൂസമര നേതാവ് ബിന്ദു വൈലാശ്ശേരി ഉദ്ഘാടനം ചെയ്തു. അവർക്ക് എന്താണ് അവര് ഉദ്യോഗസ്ഥന്മാരല്ലേ, അവര് എവിടെങ്കിലും ആരെങ്കിലും ഒരു നമ്മളൊക്കെ കാണുന്നുണ്ട്, ഒരു പത്രത്തിലായാലും TV-യിലായാലും വാർത്ത കാണുന്നുണ്ട്, ആരെങ്കിലും ഒരു ഭക്ഷണത്തിന് വേണ്ടി എവിടെങ്കിലും ഒരു പന്നിക്കഷ്ടം തിന്നിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ ഇങ്ങോട്ട് പൊളിഞ്ഞു കെട്ടി ഇങ്ങോട്ട് വരികയാവും, വണ്ടിയിൽ ഇങ്ങോട്ട് വന്ന് ഇറങ്ങണിങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഓലൊക്കെ കുട്ടികളെ കൊന്ന് തിന്നണമായിരിക്കാണ് ഓല പെരുമാറ്റം. അങ്ങനെ ഇങ്ങോട്ട് ഫോറസ്റ്റുകാർ ഇങ്ങോട്ട് കേറി ഇങ്ങോട്ട് നിരങ്ങി പാവങ്ങൾ എവിടെങ്കിലും ഒരു കഷ്ണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഓല പേർക്ക് ജീവിതകാലം മുഴുവൻ നടത്തും. ഈ ആനകൾ ഇങ്ങനെ ഈ മനുഷ്യനെ കൊല്ലുമ്പോ എന്ത് തേങ്ങയാണ് ഇവരൊക്കെ ചെയ്യുന്നത്? എവിടെ നോക്കി നിൽക്കുന്നത്? എവിടെയാണ്? എന്താണ് ഇവർക്കൊക്കെ പണിയുള്ളത്? ഇവർക്ക് എന്താ ഓരോ ഏരിയ കൂടെ പോയിട്ട് അത് അവിടെ ആ ഏരിയയിൽ ക്യാമ്പ് അടിച്ച് നിന്നിട്ട് പരിശോധിച്ചിട്ട് ഇന്ന സ്ഥലത്ത് വന്യമൃഗം ഇറങ്ങുന്നുണ്ട്, ഓല കാട്ടിലേക്ക് ആട്ടിവിടാൻ എന്താ ഈ ഫോറസ്റ്റുകാർക്ക് കഴിഞ്ഞൂടെ? ഈ ഫോറസ്റ്റുകാർ വെറും ഈ ഭരണകൂട്ടം പോലെ വാങ്ങി ശമ്പളം മാത്രം വാങ്ങി തിന്നണ ഒരു സംവിധാനമായി മാറിയിട്ടുണ്ട്. മനുഷ്യരും വന്യമൃഗങ്ങളും ഒരുമിച്ചുള്ള ജീവിതക്രമങ്ങൾ തകർത്തത് വനം കൊള്ളയടിച്ച നിക്ഷിപ്ത താൽപര്യക്കാരാണ്. എന്നാൽ ഇതിന്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കുന്നത് സാധാരണക്കാരും ആദിവാസികളുമാണെന്ന് ബിന്ദു വൈലാശ്ശേരി പറഞ്ഞു. വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ നടപ്പാക്കിയ പുരോഗമന ആശയങ്ങൾ നടപ്പാക്കുവാൻ സർക്കാർ മടിക്കുന്നു. ജനജീവിതം സംരക്ഷിക്കേണ്ട സർക്കാർ ഒന്നും ചെയ്യുന്നില്ല. വനപാലകരും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ഒരു പണിയുമെടുക്കാതെ ശമ്പളം വാങ്ങുന്നു. ന്യായമായ ആവശ്യങ്ങൾക്കെതിരെ മുഖം തിരിക്കുന്ന ഭരണകൂടത്തിനെതിരെ ജനങ്ങൾ ഒരുമിക്കണമെന്നും സമരം ചെയ്താൽ മാത്രമേ നാട്ടിൽ ജീവിക്കാൻ കഴിയൂ എന്ന അവസ്ഥയാണെന്നും അവർ പറഞ്ഞു. പുരോഗമന യുവജന പ്രസ്ഥാനം സംസ്ഥാന സെക്രട്ടറി CP നഹാസ്, നിലമ്പൂർ പ്രകൃതി പഠന കേന്ദ്രം ഡയറക്ടർ ജയപ്രകാശ് നിലമ്പൂർ, ജനകീയ മനുഷ്യാവകാശ പ്രസ്ഥാനം പ്രവർത്തകൻ CP റഷീദ്, പുരോഗമന യുവജന പ്രസ്ഥാനം സംസ്ഥാന കമ്മിറ്റി അംഗം ഷനീർ ഏരിക്കുന്നൻ, നിലമ്പൂർ പ്രകൃതി സംരക്ഷണ സമിതി പ്രവർത്തകൻ രാജേന്ദ്രൻ കളരിക്കൽ, ഡെമോക്രാറ്റിക് സ്റ്റുഡൻസ് അസോസിയേഷൻ നേതാവ് നിഹാരിക പ്രദോഷ്, പൗരാവകാശ പ്രവർത്തകൻ MK കടവത്ത് എന്നിവർ സംസാരിച്ചു. വർദ്ധിച്ചുവരുന്ന സാമൂഹിക തിന്മകൾ കടുത്ത ആശങ്കയുളവാക്കുന്നുണ്ടെന്നും ഇതിനെതിരെ യുവാക്കളുടെ ചെറുത്തുനിൽപ്പ് അനിവാര്യമാണെന്നും കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറി വണ്ടൂർ അബ്ദുറഹിമാൻ ഫൈസി പറഞ്ഞു. SYS മലപ്പുറം ഈസ്റ്റ് ജില്ലാ യൂത്ത് കൗൺസിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
വിദ്യാർത്ഥികളും കൗമാരക്കാരും ഉൾപ്പെടെ മയക്കുമരുന്നിന്റെയും മാരകമായ ലഹരി വസ്തുക്കളുടെയും ഇരകളായി മാറുകയാണ്. സ്വന്തം ബന്ധുക്കളോടും അച്ഛനമ്മമാരോടും അധ്യാപകരോടും മോശമായി പെരുമാറുകയും അവർക്ക് നേരെ ആയുധം പ്രയോഗിക്കുകയും ചെയ്യുന്നത് നമ്മുടെ നാടിന്റെ സാംസ്കാരിക പൈതൃകത്തിന് നേരെയുള്ള വെല്ലുവിളിയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. എടക്കര പോത്തുകല്ലിൽ നടന്ന കൌൺസിലിൽ SYS ജില്ലാ പ്രസിഡന്റ് മുയിനുദ്ദീൻ സഖാഫി വെട്ടത്തൂർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി, സെക്രട്ടറിമാരായ M മുഹമ്മദ് സ്വാദിഖ്, ഉമർ ഒങ്ങല്ലൂർ, CK ഷക്കീർ, T സിദ്ദിഖ് സഖാഫി എന്നിവർ കൌൺസിലിന് നേതൃത്വം നൽകി. ജില്ലാ വൈസ് പ്രസിഡന്റ് സയ്യിദ് ഷിഹാബുദ്ദീൻ അഹ്സനി പതാക ഉയർത്തി. കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ സെക്രട്ടറിമാരായ K അലവിക്കുട്ടി ഫൈസി എടക്കര, അബ്ദുൾ റഷീദ് മുസ്ലിയാർ മുണ്ടേരി, മുഹമ്മദ് അലി സഖാഫി വഴിക്കടവ്, SYS ജില്ലാ ഭാരവാഹികളായ സയ്യിദ് മുർത്തള ശിഹാബ് സഖാഫി, K സൈനുദ്ദീൻ സഖാഫി, സയ്യിദ് മുഹമ്മദ് അസ്ഹരി, M ദുൽഫുഖാർ സഖാഫി, മുജീബ് റഹ്മാൻ വടക്കേമണ്ണ, PK മുഹമ്മദ് ഷാഫി, CK ഫാറൂഖ്, PT നജീബ്, ഡോക്ടർ M അബ്ദുറഹ്മാൻ എന്നിവർ സംസാരിച്ചു. എടകര ലയൺസ് ക്ലബ്ബ്, SNDP, നിലമ്പൂർ യൂണിയൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ചുങ്കത്തറ MPM ഹയർ സെക്കൻഡറി സ്കൂളിൽ ഞായറാഴ്ചയാണ് ക്യാമ്പ്. കോയമ്പത്തൂർ അരവിന്ദ് കണ്ണാശുപത്രിയുമായി സഹകരിച്ചാണ് ക്യാമ്പ് നടത്തുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ വരുന്ന ഫെബ്രുവരി മാസം 16-ാം തീയതി ഞായറാഴ്ച രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ചുങ്കത്തറ MPM ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് എടക്കര ലയൺസ് ക്ലബിൻ്റെയും നിലമ്പൂർ SNDP യൂണിയൻ്റെയും ആഭിമുഖ്യത്തിൽ കോയമ്പത്തൂരിലുള്ള അരവിന്ദ് കണ്ണാശുപത്രിയുമായി സഹകരിച്ചുകൊണ്ട് ഒരു സൗജന്യ തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് സംഘടിപ്പിക്കുന്നതിന് തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നിർവഹിച്ചു കഴിഞ്ഞു. വ്യത്യസ്ത മാധ്യമങ്ങളിലൂടെയും നേരിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെയും ഇതിലേക്കുള്ള ഗുണഭോക്താക്കളെ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു. ഏകദേശം 400ഓളം ആളുകൾ ഇതുവരെ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. 500-ലധികം ആളുകളെ അന്നത്തെ ഈ ക്യാമ്പിൻ്റെ ഗുണഭോക്താക്കളായി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അരവിന്ദ് കണ്ണാശുപത്രിയും ലയൺസ് ക്ലബ്ബുമായി സഹകരിച്ചുകൊണ്ട് ദീർഘവർഷങ്ങളായി ഇത്തരത്തിൽ പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ, അതായത് 100% സൗജന്യമായിട്ടുള്ള തിമിര ശസ്ത്രക്രിയ ക്യാമ്പുകൾ സംഘടിപ്പിക്കാറുണ്ട്. കുട്ടികളുടെ കോങ്കണ്ണിനുള്ള പരിശോധനയും പ്രതിവിധിയും, ഹ്രസ്വദൃഷ്ടി, ദീർഘദൃഷ്ടി, രോഗനിർണയം, മുൻ ക്യാമ്പുകളിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായവരുടെ തുടർ ചികിത്സ എന്നിവയും ക്യാമ്പിലുണ്ടായിരിക്കും. തിമിര ശസ്ത്രക്രിയ ആവശ്യമുള്ളവരെ ആശുപത്രിയിൽ എത്തിച്ച് സൗജന്യമായി നടത്തിക്കൊടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഫെബ്രുവരി 16-ന് രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് ക്യാമ്പ് നടക്കുക. പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർ 9446811235 9895869039 എന്നീ നമ്പറുകളിൽ വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യണമെന്ന് ക്ലബ്ബ് പ്രസിഡന്റ് മാത്യു ജെ ഫിലിപ്പ്, സെക്രട്ടറി CB രതീഷ്, ട്രഷറർ നസീർ ഹുസൈൻ, SNDP യൂണിയൻ സെക്രട്ടറി ഗിരീഷ് മേക്കാട്ട്, കോർഡിനേറ്റർ ഡോക്ടർ PT ഉഷ, പ്രോഗ്രാം ഡയറക്ടർ അഡ്വക്കേറ്റ് PK സോമൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.